ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴേ എന്താ വണ്ടിയൊക്കെ ഉണ്ട്, പാർട്ടിക്കാർ വണ്ടിയൊക്കെ ഏർപ്പാടാക്കി. ഞങ്ങൾ നടന്നു പോയിട്ടോ. അവിടെ ഞങ്ങളുടെ അടുത്തുള്ള MES പറഞ്ഞ സ്കൂളിലാണ്. നടന്നു പോയി. അപ്പം ഞങ്ങളവിടെ നടന്ന് ചെന്നപ്പോൾ എന്താ എല്ലാവരും ചോദിച്ചത് എന്താ വണ്ടിയിൽ പോരാഞ്ഞ് വണ്ടിയിൽ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി പോകുന്നത് നമുക്ക് കൂടെ ഇങ്ങനെ നടക്കാതെ രസം പറഞ്ഞു. ഇവിടെ നടന്ന് ഇങ്ങനെ പോണ്. എന്നിപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് നടത്തേക്ക് നടക്കാനായിട്ട് ഇഷ്ടം. ഞാൻ ഇന്നലെയൊക്കെ ടീച്ചറോട് വരുമ്പോൾ ടീച്ചറെ സ്റ്റോപ്പിൽ നിന്ന് വലിയൊന്നും വരെ നടന്നു. അതിഷ്ടം നടക്കുന്നതാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും ജയിക്കാൻ തോറ്റ് ചെയ്ത് അവർ വണ്ടിയിൽ കയറി വന്നു പറഞ്ഞാൽ അതിനും വെറുതെ കേൾക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. വരി ഇങ്ങനെ നീങ്ങണ്ടായില്ല. കാരണം രാവിലെ എല്ലാവരെയും രാവിലത്തെ നേരത്തെ നീ ചായയും കടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വരും. 10 മണിയാകുമ്പോഴേക്കും ഒഴിവാകാമല്ലോ വെച്ചിട്ട്. അപ്പോൾ ആ തിരക്കുണ്ട്. ഞാനൊരു 6 മണിക്ക് പോകണം വിചാരിച്ചായിരുന്നു. 7 ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി. ഇന്നിപ്പോൾ വെള്ളം കൊണ്ടുവന്നു അരിയടുപ്പത്തിട്ടു. കുടിക്കുന്ന വെള്ളം കൊണ്ടുവന്നു അരിയടുപ്പത്തിട്ടു. കറി ഇതാ പരിപ്പും തക്കാളി അടുപ്പത്ത്, പരിപ്പും തക്കാളിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ ഇതാ. ഇന്നലത്തെ മീൻ കൂട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് വെച്ച മീൻകറി കുറച്ചുണ്ട്. ദോശയ്ക്ക് അത് മതി, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കട്ടെ. ചോറും കൂട്ടാനും വെച്ചിട്ടാണ് ചേച്ചിയോടേക്ക് പോയാലേ വരുമ്പോൾ ചിലപ്പോൾ ഒരു 2 മണി 3 മണിയൊക്കെ ആവും. കട്ടയിൽ ഇന്നലെ കണ്ണ് കാണാതെ എങ്ങനെയൊക്കെ സോപ്പ് പൊടി ഇട്ടൊക്കെ അടിച്ചു വരൊക്കെ ചെയ്തു കേട്ടോ. എങ്ങനെ ഉണ്ടെന്നല്ല, ഇന്ന് പോയി നോക്കണം. എൻ്റെ മകൻ ഇതവിടെ നിൽക്കണ്ടേ. പാത്രം മുകളൊന്നും കഴിഞ്ഞാൽ തിരുമ്പലൊന്നും. ചോറ് ഇതാ അടുപ്പത്ത്. വെള്ളങ്ങളൊക്കെ കാലി കേട്ടോ. അപ്പം ഞാൻ 2 കുടം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ഇനി വൈകുന്നേരം കൊണ്ടുവരാൻ വെച്ചിട്ടേ. പുറത്തെണ്ണം വന്നല്ലോ കേട്ടോ. അണ്ണനാണിത്.